ഹായ്, ഇന്നത്തെ വീഡിയോ CBSE 10ാം ക്ലാസ്സിലെ സയൻസിൻ്റെ 9th ചാപ്റ്റർ, അതായത് ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ. ഇതിലെ ടെക്സ്റ്റ് ബുക്ക് എക്സസൈസിലെ 10ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് ഇന്ന് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ: ആൻ ഒബ്ജക്ട് 5 cm in length is held 25 cm away from a converging lens of focal length 10 cm. Draw the ray diagram and find the position, size and the nature of the image formed. ഇവിടെ തന്നിട്ടുള്ള കാര്യങ്ങൾ: സൈസ് ഓഫ് ദ ഒബ്ജക്റ്റ്, അതായത് ഹൈറ്റ് HO അല്ലെങ്കിൽ H, ഒബ്ജക്റ്റിന്റെ സൈസ് ഈക്വൽ ടു 5 cm ആണ്. ഡിസ്റ്റൻസ് ഓഫ് ദ ഒബ്ജക്റ്റ് U ആണ്. U ഈക്വൽ ടു U മൈനസ് ആയിരിക്കും, അതുകൊണ്ട് മൈനസ് 25 cm. ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് ലെൻസ്, കോൺവെക്സ് ആണ്, അപ്പോൾ ഫോക്കൽ ലെങ്ത് F is equal to 10 cm. നമുക്ക് പൊസിഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ V കണ്ടുപിടിക്കണം, പൊസിഷൻ ഓഫ് ദി ഇമേജ്. അപ്പോൾ നമുക്ക് ഫോർമുല ഉപയോഗിക്കാം. 1/f ഈക്വൽ ടു 1/v മൈനസ് 1/u. എഫ് നമുക്കറിയാം, 1/10 ഈക്വൽ ടു 1/v മൈനസ് 1/-25. അപ്പോൾ 1/v ഈക്വൽ ടു 1/10 മൈനസ് 1/25. അതായത് ഇവിടെ 1/v പ്ലസ് 1/25 എന്നാവും. 25നെ നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോയാൽ 1/10 മൈനസ് 1/25 ഈക്വൽ ടു 1/v എന്ന് കിട്ടും. അതാണ് നമ്മൾ 1/v ഈസ് ഈക്വൽ ടു 1/10 മൈനസ് 1/25 എന്ന് എഴുതിയിരിക്കുന്നത്. ഇതിനെ നമുക്ക് സോൾവ് ചെയ്താൽ ഈക്വൽ ടു 1 ഇൻറ്റു 25 മൈനസ് 1 ഇൻറ്റു 10 ഡിവൈഡഡ് ബൈ 10 ഇൻറ്റു 25, അതായത് 250 ഈക്വൽ 25 മൈനസ് 10 15 ഡിവൈഡഡ് ബൈ, നമുക്കതിനെ 5 കൊണ്ട് കട്ട് ചെയ്യാം, ഈക്വൽ ടു 3/50 എന്ന് നമുക്ക് കിട്ടും. Therefore V ഈക്വൽ ടു 50 ഡിവൈഡ് ബൈ 3, 16.66 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും വിയുടെ വാല്യൂ. ഇനി M ഈസ് ഈക്വൽ ടു V ബൈ U ആണ്. M ഈസ് ഈക്വൽ ടു H ഡാഷ് ബൈ H ആണ്. H ഡാഷ് ബൈ ഈക്വൽ ടു 50/3 ഡിവൈഡഡ് ബൈ യുടെ -25 ആണ്, -25 ഈക്വൽ ടു 50/3 ഇൻറ്റു 1/-25. H ഡാഷ് ബൈ 5 ഈക്വൽ ടു, ഇവിടെ 15 25 നമുക്ക് കട്ട് ചെയ്യാം, -2/3 എന്ന് കിട്ടും. ഇനി H ഡാഷ് ഈക്വൽ ടു -2/3 ഇൻറ്റു, ഈ 5നെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുക, ഇൻറ്റു 5 ഈക്വൽ ടു -10/3 എന്ന് കിട്ടും, -3.3 centimeter. Hence the image is inverted and diminished in size. Thus the position of the image is at 16.66 centimeter on the opposite side of the lens and is real and inverted. Size of the image is 3.3 centimeter. ഇൻവേർട്ടർ ആണ്, അതുകൊണ്ടാണ് നമുക്ക് മൈനസ് കിട്ടിയത്. സൈസ് 3.3 സെന്റിമീറ്റർ ആണ്, പക്ഷെ ഒബ്ജക്റ്റ് 5 സെന്റിമീറ്റർ ആയിരുന്നു, അതുകൊണ്ട് തന്നെ ഡിമിനിഷ്ഡ് ഇൻ സൈസ്, ഇൻവേർട്ടർ ആൻഡ് ഡിമിനിഷ്ഡ് ഇൻ സൈസ്. നമുക്ക് അതിന്റെ റേ ഡയഗ്രം വരയ്ക്കാം. ഇവിടെ വരച്ചിട്ടുണ്ട്. ഇവിടെ U നമുക്ക് -25, അപ്പോൾ ഇവിടെ ഈ ഡിസ്റ്റൻസ് 25 സെന്റിമീറ്റർ ആണ്. ഇമേജ് ഉണ്ടായിരിക്കുന്നത് 16.66 ആണ്, അപ്പോൾ ഇവിടെ 16.66 സെന്റിമീറ്റർ ആണ് ഈ ഡിസ്റ്റൻസ്. അതുപോലെ ഇമേജിന്റെ ഹൈറ്റ് 3.3 സെന്റിമീറ്റർ ആണ്, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് 5 സെന്റിമീറ്റർ ആണ്. ഇവിടെ ഇമേജ് ഇൻവേർട്ടർ ആണ്, റിയൽ ആണ്, ഡിമിനിഷ്ഡ് ആണ്. പോളിൽ നിന്നും 16.66 സെന്റിമീറ്റർ അകലെയാണ് ഇമേജ് ഉണ്ടാവുക, ഇതാണ് V. അതുപോലെ U നമുക്ക് തന്നിട്ടുണ്ട്, 25 സെന്റിമീറ്റർ ആണ് U. ഇതാണ് ഈ തന്നിരിക്കുന്ന ഡാറ്റ വെച്ചിട്ടുള്ള ഫിഗർ. ഇതിലെ 11th ക്വസ്റ്റ്യൻ: എ കോൺകേവ് ലെൻസ് ഓഫ് ഫോക്കൽ ലെങ്ത് 15 cm
forms an image 10 centimeter from the lens. How far is the object placed from the lens? Draw the ray diagram. ആദ്യം പ്രോബ്ലം ചെയ്ത് നോക്കാം. തന്നിട്ടുള്ള കാര്യങ്ങൾ, ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് ലെൻസ് എഫ് ഈസ് ഈക്വൽ ടു -15 centimeter concave. Distance of the image V equal to -10 centimeter. ലെൻസ് ഫോർമുല ഉപയോഗിക്കാം. 1/f equal to 1/v minus 1/u. 1/-15 equal to 1/-10 minus 1/u. 1/u കിട്ടാൻ വേണ്ടി -1/u ആണ് ഇവിടെ ഉള്ളത്. ഇതിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. ഈ 1/15 റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ 1/u ഈക്വൽ ടു ഇവിടെയുള്ള 1/-10 അവിടെ ഉണ്ട്. ഇവിടെ 1/-15 ആണ്. ഇവിടെ പ്ലസ് 1/15 എന്ന് കിട്ടും. ഈക്വൽ ടു 1 into 50 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. പ്ലസ് 1 into -10 -10 ഡിവൈഡഡ് ബൈ 10 into 50 മൈനസ് ആണ്. അപ്പോൾ -150 എന്ന് കിട്ടും. ഈക്വൽ ടു 15 പ്ലസ് -10 5 എന്ന് കിട്ടും. 5 ഡിവൈഡഡ് ബൈ -150 -150. അപ്പോൾ 1/u ഈക്വൽ ടു 5/-150 നമുക്ക് 5 കൊണ്ട് കട്ട് ചെയ്താൽ 1/-30 എന്ന് കിട്ടും. 1/u ഈക്വൽ ടു 1/-30. therefore u ഈക്വൽ ടു -30 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അത്രയും സെന്റിമീറ്റർ ആണ്. thus the object distance is 30 centimeter on the same side as the image. ഇനി ഇതിന്റെ റേ ഡയഗ്രാം വരയ്ക്കാം. ഇവിടെ യു നമുക്ക് കിട്ടിയിരിക്കുന്നത് 30 സെന്റിമീറ്റർ ആണ്. ഇത് 30 സെന്റിമീറ്റർ ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്. അതുപോലെ ഫോക്കൽ ലെന്ത് 15 സെന്റിമീറ്റർ ആണ്. ഇതാണ് F1. അപ്പോൾ ഇത് 15 സെന്റിമീറ്റർ. ഫോംസ് ആൻ ഇമേജ് 10 സെന്റിമീറ്റർ ഫ്രം ദ ലെൻസ്. അപ്പോൾ ലെൻസിൽ നിന്നും 10 സെന്റിമീറ്റർ. ഇത് 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ഫിഗർ കംപ്ലീറ്റ് ആയി. ഇതിലെ 12th ക്വസ്റ്റ്യൻ. An object is placed at a distance of 10 centimeter from a convex mirror of focal length 15 centimeter. Find the position and the nature of the image. പ്രോബ്ലം ആണ്, നമുക്ക് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ, ഫോക്കൽ ലെങ്ത് ഓഫ് എ കോൺവെക്സ് മിറർ ആണ്. അപ്പോൾ എഫ് ഈക്വൽ ടു 15 സെന്റിമീറ്റർ പോസിറ്റീവ് ആണ്. ഡിസ്റ്റൻസ് ഓഫ് ദി ഒബ്ജക്റ്റ് യു ഈക്വൽ ടു, യു എപ്പോഴും മൈനസ് ആയിരിക്കും, -10 സെന്റിമീറ്റർ. മിറർ ഫോർമുല ഉപയോഗിക്കാം. 1/f ഈക്വൽ ടു 1/v പ്ലസ് 1/u. 1/v വേണം. അപ്പോൾ നമുക്ക് ഈ 1/u അപ്പുറത്തേക്ക് ഉണ്ടാവും. അപ്പോൾ 1/ef മൈനസ് 1/u ഈക്വൽ ടു 1/v. അത് 1/v ഈ സൈഡിലേക്ക് മാറ്റി നമുക്ക് നേരെ എഴുതാം. അപ്പോൾ 1/v ഈക്വൽ ടു 1/f മൈനസ് 1/u എന്ന് കിട്ടും. ഇനി നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈക്വൽ ടു എഫ് ഇവിടെ 15 ആണ്. അപ്പോൾ 1/15 മൈനസ് 1/u മൈനസ് 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ -10 ഈക്വൽ ടു 1 into -10. അത് ചെയ്യുന്നതിന് മുമ്പ് എളുപ്പത്തിൽ വേണം നമുക്കിത് പോസിറ്റീവ് ആക്കി എഴുതാം. 1/15 പ്ലസ് 1/10 എന്നാക്കി മാറ്റി. ഇല്ലെങ്കിലും കുഴപ്പമില്ല, മൈനസ് ഇട്ട് ചെയ്താലും മതി. ഈക്വൽ ടു 1 into 10 10 പ്ലസ് 1 into 15 15 ഡിവൈഡഡ് ബൈ 15 into 10 150. 10 plus 15 25 divided by 150 equal to 1/6. 25 കൊണ്ട് തന്നെ നമ്മൾ കട്ട് ചെയ്തു. therefore v equal to 6 എന്ന് നമുക്ക് കിട്ടി. വാല്യൂ പോസിറ്റീവ് ആണ്, 6 സെന്റിമീറ്റർ. ഇനി നമുക്ക് മാഗ്നിഫിക്കേഷൻ കാണണം. m is equal to -v/u ആണ്. ഈക്വൽ ടു മൈനസ് ഓഫ് 6 ഡിവൈഡഡ് ബൈ -10. ഇവിടെ മൈനസും മൈനസും പ്ലസ് ആവും. ഈക്വൽ ടു 0.6 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഇത് മാഗ്നിഫിക്കേഷൻ പോസിറ്റീവ് ആണ്.
വി പോസിറ്റീവ് ആണ്. ഇതിൽ നിന്നൊക്കെ നമുക്ക് പൊസിഷൻ അതുപോലെ ഇറക്റ്റ് ആണോ വിർച്വൽ ആണോ എന്നൊക്കെ കിട്ടും. വി പോസിറ്റീവ് അതിൻ്റെ അർത്ഥം ഒബ്ജക്റ്റിന്റെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇമേജ് ഉള്ളത്. അതുപോലെ മാഗ്നിഫിക്കേഷന്റെ സൈൻ പോസിറ്റീവ് ആണ്, അതിനർത്ഥം ഇത് ഇറക്റ്റ് ഇമേജ് ആണ്. അങ്ങനെയുള്ള പ്രത്യേകതകൾ നമുക്ക് എഴുതാം. സിൻസ് ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഈസ് പോസിറ്റീവ്, നമുക്ക് 0.6 മാഗ്നിഫിക്കേഷനും വി നമുക്ക് കിട്ടിയത് 6 സെന്റിമീറ്റർ ആണ്, അത് പോസിറ്റീവ് ആണ്. സിൻസ് ഡിസ്റ്റൻസ് ഓഫ് ഇമേജ് ഈസ് പോസിറ്റീവ്, ദിസ് ഷോസ് ദാറ്റ് ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ദ അതർ സൈഡ് ഓഫ് ദ മിറർ. സെയിം സൈഡിലാണെങ്കിൽ നെഗറ്റീവ് ആയിരിക്കും സൈൻ വരിക, അപ്പോൾ അതർ സൈഡിലാണ്, അതുകൊണ്ടാണ് പോസിറ്റിവിറ്റി. ആൻഡ് മാഗ്നിഫിക്കേഷൻ ഈസ് ഓൾസോ പോസിറ്റീവ്, ദിസ് ഷോസ് ദാറ്റ് ഇമേജ് ഈസ് ഇറക്റ്റ്. ഇമേജ് ഇൻവേർട്ടർ ആണെങ്കിൽ മാഗ്നിഫിക്കേഷൻ അത് 4th ക്വാഡ്രന്റിൽ വരും, അപ്പോൾ അത് നെഗറ്റീവ് സൈൻ ആയിരിക്കും വരിക. Thus, position of the image 6 centimeter behind the mirror and the image is virtual and erect.